ആ ഒന്നില്ല, അങ്ങനെ മഴ ചെയ്തപ്പോ വെറുതെ നോക്കിയിരുന്നതാ. എവിടെ ആരോട് എങ്ങനെയായിരുന്നു വർത്താനം പറയണത്? ആ ശരി. ഇത് ആരോട് എങ്ങനെ വർത്താനം പറയണ്? അതാ അപ്പുറത്തെ വരെയായിട്ട് കാക്കയാണ്. ഓല് ഇതിൽ കൂടെ പോയപ്പോ എന്താ ഇവിടെ എങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചതാ. അനക്ക് അയാളെ പറ്റിട്ട് അറിയായിട്ടാണ്. അയാളൊരു ആ പാവ. നല്ല പാവാ. അയാളെ ചരിത്രേ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇജ്ജ് അന്തം വിട്ടു പോകും. അയാള് കൊറേ കാലം മുന്നേ ഒരു പെണ്ണിനെ കേറി പുടിച്ചിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാച്ചിട്ട് ഉണ്ടായത്. ഉമ്മാക്ക് വെറുതെ തോന്നാണ്. ഈ പ്രായമുള്ള ആളോ? ഈ പ്രായമൊന്നുമില്ല കേട്ടോ, ഒരു ചെറുപ്പക്കാരനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുകാരൊക്കെ കൂടെ പുടിച്ച് കെട്ടിട്ട് തല്ലൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇജ്ജ് അധികം ഒന്നും അയാളോട് വർത്താനം പറയാനൊന്നും നിക്കണ്ടട്ടോ, അയാള് ശരിയല്ല. ഞാൻ പറഞ്ഞുന്നുള്ളൂ. അനക്ക് അയാളെ പറ്റിട്ട് നല്ല അറിയൊന്നുമില്ല, പക്ഷെ ഇക്ക് നല്ല അറിയാം അയാളെ പറ്റിയിട്ട്. ഇജ്ജ് ഇങ്ങനെ പോണോരോടും വരുന്നോടോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണ്ട. ഇങ്ങോട്ട് കേറി പോരാ ഉത്തക്ക്. ഈ നേരത്ത് നല്ല മഴയും കാറ്റൊക്കെയാണ്. ഇങ്ങോട്ട് പോരെ. ഉമ്മാന്റെ ഓരോരോ തോന്നല്. ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ആ സുഖാണ് ഉമ്മ, കുഴപ്പമൊന്നുമില്ല. ഇപ്പേ ആ അങ്ങനെ വിളിച്ചു വർത്താനം പറയണു. ആ ആയിക്കോ. ഇന്നെന്താ അവിടെ നിൽക്കും? നിങ്ങളെന്തമ്മ അവിടെ നിക്കണ്? ആ അതെ, ഞാന് ഇറയത്തേക്ക് വെള്ളം വെക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇജ്ജ് ആരോടെ വർത്താനം പറയണെന്ന് നോക്കിയത്. അത് ആരെയിന്ന്? അത് ഇമ്മയാണ്. ആ എന്താ വെറുതെ വിളിച്ചാ? അമ്മ വെറുതെ വിളിച്ചാണ്. വിചാരിച്ചു വേറെ ആരെങ്കിലും ആണെന്ന്. വേറെ ആര്? അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ പോവാട്ടാ. വിളിച്ചോട്ടോ, എന്നാ ഞാൻ അങ്ങോട്ട് അപ്പുറത്തു കൂടെ പോട്ടെ. ഉമ്മാന്റെ ചോദ്യത്തിൽ എന്തോ ഒരു വശപ്പശക്ക് ഉണ്ടല്ലോ. എനിക്ക് തോന്നിയതേക്കാരം, തള്ളാരല്ലേ, അപ്പൊ അങ്ങനൊക്കെ തന്നെ ഇക്കാരം. ആ ശരി. അതാരപ്പ വന്നത്? അത് ഞാനേ ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിയെന്ന്, അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടി വന്നതാ. എന്ത് സാധനം? അത് മേക്കപ്പിന്റെ സാധനാണ്. ഇജ്ജ് ആരായിട്ട് വർത്താനം പറഞ്ഞീന്ന്? ആ അത് കൊണ്ടുവരാൻ വന്ന ആളാണ്. മുമ്പ് എന്തോ ഓൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ രണ്ടാളും നിന്നിട്ട്? ആ അത് നമ്മള് സാധനം വാങ്ങി കഴിഞ്ഞാലേ ഓലെ നമ്മളെ ഫോണൊക്കെ ഒരു OTP വരും. അത് ഓൽക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞതാണ്. ഞാനത് അയച്ചു കൊടുക്കട്ടെ കേട്ടോ. ഫോൺ അടിക്കണത്. ജമീലാണല്ലോ. ആ ഹലോ ജമീല, പറയടി. എന്തേ? ആ സുലോചനയുടെ പെണ്ണ് ഒളിച്ചോടി പോയിക്കണ്. സുലോചനയുടെ പെണ്ണോ? ആരപ്പോ പോയിക്കണ്? ഏതോ ഓളെ കോളേജിന്റെ അവിടെയുള്ള ചെക്കനാത്രേ. വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. ഞാനൊരു കാര്യം കൂടിയും കണ്ടിക്കണ്. എന്ത് കാര്യം കണ്ടത്? എന്താണ്? എന്റെ മരുവോളേ ഒരു ചെക്കനേറ്റു ഓള് പഠിക്കണ അവിടെ അങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞിരുന്നു. നല്ല കൊഞ്ചി കൊഴഞ്ഞീന്ന് നിന്നിട്ട്. എന്നിട്ട് അന്നോള് കണ്ടോ? പിന്നെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ മറിഞ്ഞു നിന്നീന്ന്. ഞാൻ ഓളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞാന്ന് പറയണ്ടട്ടോ. ഞാൻ പറയണൊന്നുമില്ല. ആയിക്കോട്ടെ. സ്വഭാവം ഞാൻ കാണിച്ചു. ഷാഹിന, ഷാഹിന, എന്തമ്മ എന്താണ്? ഇജ്ജ് ഇന്ന് ആരോടാ കോളേജിന്റെ അവിടുന്ന് വർത്താനം പറഞ്ഞീന്ന്? ആരോടേലും പറഞ്ഞീന്നാ? ഞാൻ സംസാരിച്ചിരുന്നു. എന്തേ? വെറുതെ അല്ല, അപ്പൊ ഞാൻ അറിഞ്ഞത് സത്യാണല്ലേ? ഇജ്ജ് എന്റെ മകനെ ചതിക്കാണല്ലേ? ഞാൻ സംസാരിച്ചിരുന്നതേ എന്റെ ആങ്ങളിനോടാണ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളോടൊന്നുമല്ല. എന്റെ ഒരു ആങ്ങള. കാണുന്നവരൊക്കെ ഇപ്പൊ എന്റെ ആങ്ങളായാ മതിയല്ലോ. ഓരോന്ന് പറഞ്ഞു തരാന് കൊറേ എണ്ണു.
നിങ്ങൾക്ക് ആ ജമീൽ താത്തല്ലേ പറഞ്ഞത്? ഞാൻ ഓലെ കണ്ടിക്കണ്. ഓലെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചത്. ഇക്കറിയായിരുന്നു അത് നിങ്ങളെ തന്നെ എത്തിക്കും എന്നുള്ളത്. ഓ ജമീലാനെ കാണും ചെയ്തിരിക്കണം. ഹെൽപ്പുള്ള എന്നെ ഇക്കാരം. എന്തൊരു കഷ്ടത്. എന്തോ ഓളെ റൂമിന്നൊരു വർത്താനൊക്കെ കേക്കണത്. ചൂടോർത്തോക്ക. ആ ഇന്ന് ഇമ്മേ എന്നോട് പറയാണ്, എന്താണ് ആരാണ് എന്റെ കോളേജിന്റെ അവിടെ വന്നിട്ട് സംസാരിച്ചത് എന്നൊക്കെ ചോദിച്ചു എന്നോട്. എന്റെ ആങ്ങളേനു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉമ്മാക്ക് വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല. ആ മറ്റേ ജമീല താത്തല്ലേ, ഓല് വന്നിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ആര് ഇളയമ്മാന്റെ മോനോ? ആ ഇളയമ്മാന്റെ മോനില്ലേ, ഓ ഇന്നെ അവിടെ കണ്ടപ്പോ ഒന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓളെ കാമുകൻ തന്നെ ആയിരുന്നുലേ അവിടെ വന്നത്. അപ്പൊ ഓനോട് ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഷായിന, ഷായിന. ആ ഇക്കമ്മ വിളിക്കണ്ട്. എന്താണ് ഒന്ന് ഞാൻ പിന്നെ വിളിക്കട്ടോ. വേണ്ട, കട്ടാക്കണ്ട. ആ ആയിക്കോട്ടെ, കട്ടാക്കണില്ല. എന്തമ്മ, എന്താണ് ഇത് ആരോടാടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണത്? ഇങ്ങോട്ട് കാണിച്ചാ ഫോണ്, ആ ലൗഡ് സ്പീക്കർ ഒന്ന് ഇട്, ഞാനൊന്ന് കേക്കട്ടെ. ആ പറഞ്ഞോളി. അല്ല ഇമ്മ, എന്താണ് നിങ്ങളെ പ്രശ്നം? ഇത് ഞാനാണ് റഫീഖ്. ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? എടാ മോനെ, ഞാനീ മതി, നിങ്ങൾക്ക് ഇത്രയും കാലേ ഓള് നിങ്ങളെ കൂടെ ജീവിച്ചിട്ടേ നിങ്ങൾക്ക് ഓളെ മനസ്സിലായിട്ടില്ല അല്ലേ? എന്നാലും നിങ്ങൾ ഓളൊന്ന് സംശയിച്ചല്ലോ. അല്ലടാ ഞാനീ ഇവള് വേറെ ആർക്കോ വിളിക്കാണെന്നാ ഞാൻ വിചാരിച്ചേ. എന്നാലേ ഇനി ഓള് നിങ്ങളെ കൂടെ നിന്നാലേ ഓള് ഇനി വേറെ ആർക്കെങ്കിലും വിളിക്കും നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ട് ഓള് ഇനി ഓളെ പെരയിൽ പോയി നിന്നോട്ടെ. ഷായിന, ഞാൻ പിന്നെ വിളിക്കട്ടോ. ഒരു അയൽവാസി പറഞ്ഞാലേ അത് വിശ്വസിക്കരുത് ഒരിക്കലും ഉമ്മ. വിശ്വസിക്കാം നല്ല അയൽവാസികളാണെന്നുണ്ടെങ്കിൽ. ഓലെ വീട്ടിൽ എന്താ നടക്കണത് അതുപോലെ തന്നെ ഓലെ എല്ലാ വീട്ടിലും നടന്ന് കുറ്റം പറയല്ലേ. എന്നിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചപ്പോളോ? ഇക്ക് ഗൾഫിലാണ്, ഓക്കെ. പക്ഷെ ഒരാളെ ചതിച്ചിട്ട് നമ്മൾ മറ്റൊരാളെ അടുത്തേക്ക് പോകുന്നുള്ള തോന്നലുണ്ടല്ലോ, അത് ഒരിക്കലും പാടില്ലമ്മ. നിങ്ങളെ മക്കൾക്കാണ് ഇങ്ങനെ അവസ്ഥ വെച്ചാലോ? ഇപ്പൊ ഓലെ കല്യാണം കഴിച്ച പെരയിലാണ് ഇങ്ങനത്തെ അവസ്ഥ വരുന്ന വെച്ചാൽ എന്താ നിങ്ങൾ കാട്ടുക?